വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഒരു 6:10 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റായിരുന്നു. വെളിയിൽ നല്ല തണുപ്പായിരുന്നു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവിടെ രാവിലെ എന്ന് പറയുന്ന ഒരു 16-17 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. കാറ്റൊക്കെ ഇങ്ങനെ ഐസ് കാറ്റ് പോലെയാണ് അടിക്കുന്നത്. എഴുന്നേറ്റൊന്ന് ഫ്രഷൊക്കെ ആയ ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇത് റൂമെന്ന് വെച്ചാൽ ഇതെൻ്റെ ആർട്ട് റൂമും വർക്ക് റൂമും കൂടെയാണ്. ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. രാവിലെ ഒരു 5 മിനിറ്റ്സ് പ്രെയറിന് വേണ്ടി മാറ്റി വെക്കും ഞാൻ. നമ്മളെല്ലാവരും രാവിലെ പ്രെയർ ചെയ്തിട്ടല്ലേ എല്ലാ കാര്യവും ചെയ്യാറ്. അപ്പോൾ ഞാൻ ബൈബിളൊക്കെ ഒന്ന് വായിച്ച് കുറച്ച് വേഴ്സസൊക്കെ ഒന്ന് എഴുതി അതിനെപ്പറ്റി ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് പ്രെയർ ചെയ്യും. നമ്മളൊരു ഡേ പ്രെയർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതും ആയിക്കോട്ടെ, ഏത് റിലീജിയനും ആയിക്കോട്ടെ, പക്ഷെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡേ നല്ല പ്രൊഡക്റ്റീവ് ആൻഡ് സക്സസ്ഫുൾ ആവാൻ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഉറങ്ങുന്നതും എൻ്റെ ആർട്ട് റൂമൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ പ്രെയർ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ താഴേക്ക് പോകും. സൺലൈറ്റ് ഉള്ളിലേക്ക് വരാനായിട്ടില്ല. അതുമല്ല, ഈ ക്ലൈമറ്റിൽ ആക്ച്വലി അത്ര സൺലൈറ്റ് ഒന്നും വരില്ല. എന്നാലും നമ്മൾ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കുവാണ് രാവിലെ തന്നെ. അപ്പോൾ നല്ലൊരു ഫ്രഷ് എയർ വീട്ടിലേക്ക് വരുമല്ലോ. ഈ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല എയർ ഫ്ലോയും ലൈറ്റും വേണമെന്നാണ്. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്യാം. പിന്നെ രാവിലെ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം ഒരു 10 മിനിറ്റ്സ് ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാമെന്നാണ്. വലിയ പണികളൊന്നും ചെയ്യാനില്ലെങ്കിലും വെറുതെ ചെടിയുടെ ചുറ്റും ഒന്ന് നടക്കുക, ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ മൈൻഡിന് നല്ലൊരു സുഖം കിട്ടും. ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനും മൈൻഡിനും ഒത്തിരി പ്ലസൻ്റായിട്ടുള്ള കളറാണ്. അപ്പോൾ കുറച്ച് നേരം രാവിലെ നേച്ചറിലൂടെ നടക്കുന്നതൊക്കെ നല്ലൊരു സുഖമുള്ള കാര്യമാണ്. ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, ഒത്തിരി ബേർഡ്സ് ഉണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാം ഗാർഡനിൽ. എന്ത് രസമാണെന്നറിയോ. ഈ ചെടികളിലൊക്കെ യെല്ലോ കളറിൽ പഴുത്ത ഇല ഉണ്ടാവില്ലേ, ബ്രൗൺ കളർ, യെല്ലോ കളർ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വെറുതെ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിയുടെ ഇടയിൽ കൂടെ നടക്കുക. മഴ പെയ്യുന്ന കാരണം ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. സോ ജസ്റ്റ് ഒന്ന് നോക്കി നടക്കുക, അത്രേ ഉള്ളൂ. ഇനി നേരെ കിച്ചണിലേക്ക് പോയിട്ട് നല്ല ചൂട് ചായ ഇട്ട് കുടിക്കാം. നമ്മൾ മലയാളികൾക്ക് ചായ കുടിക്കാത്തൊരു ദിവസം തുടങ്ങാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, എൻ്റെ പൂച്ചക്കുട്ടികളെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആർട്ട് വീഡിയോസ് എല്ലാം എൻ്റെ ടേബിൾ ഫോക്കസ് ചെയ്തെടുക്കുന്നത് കാരണം ഇവന്മാരിങ്ങനെ നിലത്ത് സോഫയിലൊക്കെ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. വീഡിയോയിൽ ഇവരെ കാണാനേ കിട്ടില്ല, അതാണ് കാര്യം. പതിവില്ലാതെ നിലത്ത് ക്യാമറ കണ്ടത് കാരണമാണ് ഇവരെല്ലാവരും വന്ന് ക്യാമറ മണപ്പിച്ച് നോക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായത് കാരണം ചായ തിളയ്ക്കാൻ നല്ല സമയമെടുക്കും. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കേർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാം. ഇത് ബാക്ക് യാർഡാണ്. ഞങ്ങളുടെ ബാക്ക് യാർഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ട് ക്യാറ്റ്സിനും ഇനിയൊരു പാർട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീ സ്റ്റേഷൻ പോലെ ഇങ്ങനെ ഒരു ചെറിയ സോഫയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ്.
മഴയില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചായ പുറത്തിരുന്നാണ് കുടിക്കാറ്. മുമ്പേ കാണിച്ചില്ലേ ഒരു ബാക്ക് യാർഡിൻ്റെ ഡോറ്. അപ്പോൾ അതിന് പുറത്ത് കുറച്ച് ഔട്ട്ഡോർ സോഫ ഇട്ടിട്ടുണ്ട്. അതിലിരുന്ന് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. മഴയാവുന്ന സമയത്ത് അത് നടക്കില്ല. ഇന്നലെ രാത്രി ഫുള്ള് മഴയായത് കാരണം മൊത്തം ഇലയും വെള്ളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർത്ത് ബ്രഞ്ചായിട്ട് പുറത്തു പോയാണ് കഴിച്ചത്. വർക്കിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് പുറത്തു പോയിട്ട് രണ്ടും ചേർത്തങ്ങ് കഴിച്ചു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതൊരു വർക്കിംഗ് ഡേയിൽ എടുത്ത വ്ളോഗായതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യത്തിന് ശേഷം നിങ്ങൾക്ക് വലിയൊരു ടൈം ജമ്പ് ആയിരിക്കും വീഡിയോയിൽ. വൈകുന്നേരത്തെ കാര്യങ്ങളായിരിക്കും കണ്ടിന്യൂ ചെയ്ത് കാണിക്കുന്നത്. വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്തൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് ഡിഫ്യൂസറൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചു. ഇന്ന് ഞാൻ ജാസ്മിൻ്റെ എസൻഷ്യൽ ഓയിലാണ് അതിൽ ഇട്ടിരുന്നത്. വീട് ഫുള്ള് നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ജാസ്മിൻ്റെ സ്മെല്ല്. റെസ്റ്റൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായ ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നു. റൂം കുറച്ച് മെസ്സിയാണ്. അതായത് ബെഡിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ പൂച്ചകൾ വീട്ടിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ ബെഡോ അല്ലെങ്കിൽ ടേബിളോ എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അതിൻ്റെ ഇടയിലേക്ക് ഓടിക്കയറും. കുറുമ്പും കയ്യിലിരിപ്പൊന്നും ചില്ലറയല്ല. എന്തൊക്കെയാ കാണിക്കുന്നത് നോക്കിക്കേ. ഇനി വ്ളോഗ്സിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എൻ്റെ ക്യാറ്റ്സിൻ്റെ ക്ലിപ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ക്യാറ്റ്സിനെ കണ്ടില്ലല്ലോ എന്ന് ആരും വിഷമിക്കണ്ട കേട്ടോ. ഈ ബെഡ് അധികം അങ്ങനെ ഉറങ്ങാനൊന്നും ആരും ഉപയോഗിക്കാറില്ല. ഇതെൻ്റെ ആർട്ട് റൂമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനെന്തെങ്കിലും മൂവി കാണാനോ അല്ലെങ്കിൽ ചുമ്മാ ഹാങ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാനൊക്കെയാണ് ഈ മെയിനായിട്ട് ഈ ബെഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പം ഫുൾ സാധനങ്ങൾ ഈ ബെഡിലോട്ട് ഡംപ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ക്ലീനിങ് കുറച്ചധികം സമയം എടുത്തു കേട്ടോ. ടേബിളൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റേഷനറി സപ്ലൈസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയല്ലോ, ചായയൊക്കെ കുടിക്കണമല്ലോ. ഞാനൊരു സ്നാക്കായിട്ട് കപ്പ് കേക്ക് മേടിച്ചായിരുന്നു. ബ്ലൂബെറി മഫിനാണ് ഇത്. ഞാൻ ഇൻസ്റ്റമാർട്ടിൽ തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിന് മുമ്പും കഴിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റാണ്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നേരെ ബാക്ക് ടു മൈ റൂം. ഇപ്പം നീറ്റാക്കിയതിന് ശേഷം റൂമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഈ കാർട്ടൂൺ ഇഷ്ടമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാർട്ടൂണായിരുന്നു. ഓസ്വാൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർട്ടൂൺസാണ്. ഡ്രാഗൺ ടെയിൽസ്, ടോം ആൻഡ് ജെറി, പിന്നെന്താ മിസ്റ്റർ ബീനിൻ്റെ കാർട്ടൂണില്ലേ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ നൊസ്റ്റാൾജിയ വരുമ്പം ഞാൻ ഈ കാർട്ടൂൺസ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഓസ്വാൾഡിൻ്റെ ഒരു എപ്പിസോഡ് കാണാമെന്ന് വിചാരിച്ചു. എല്ലാവരും ടു ഡു ലിസ്റ്റ് രാവിലെ എഴുന്നേറ്റല്ലേ എഴുതുന്നത്. ഞാൻ പിറ്റേ ദിവസത്തെ ടു ഡു ലിസ്റ്റ് തലേ ദിവസം രാത്രി തന്നെ എഴുതി വെക്കും.
കാരണം രാവിലെ ഇതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. സോ പ്രീവിയസ് നൈറ്റ് തന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ ഉള്ള ഒരു പ്ലാനിങ് ഒക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. ഈ വ്ളോഗിൽ ഞാനങ്ങനെ കുക്കിംഗ് വീഡിയോസൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഉച്ചയ്ക്ക് ഞാൻ പുറത്ത് പോയാണ് കഴിച്ചത്. പിന്നെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഞാൻ കുക്കിംഗ് ഇട്ടിട്ടില്ല. പക്ഷേ അടുത്ത വീഡിയോ തൊട്ട് ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നൈറ്റ് ജേർണലിങ് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. ലാസ്റ്റ് വീക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തായിരുന്നു റെഡ് കളറിൽ ജേർണൽ ചെയ്യാമോയെന്ന്. വേറെയും 2-3 സബ്സ്ക്രൈബേഴ്സ് കുറേ ഡിഫറെൻറ്റ് ഐഡിയാസൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാനിങ്ങനെ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത്, ആർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്തോ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. പണ്ടൊക്കെ പാട്ട് കേൾക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പാട്ട് കേൾക്കുന്നതിനോട് അത്ര വലിയ ക്രേസ് എനിക്കില്ല. ഞാൻ മിക്കവാറും ടൈമും യൂട്യൂബിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കേട്ടുകൊണ്ടായിരിക്കും പണി ചെയ്യുന്നത്. അപ്പം ഇവിടെയും ഞാൻ അങ്ങനെ പ്രോഗ്രാംസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, അതൊരു വലിയ ഹോൾ വീഡിയോ ആയിരുന്നു. മലേഷ്യയിൽ നിന്ന് ഞാൻ ഷോപ്പ് ചെയ്ത കുറച്ച് ക്യൂട്ട് ഡെക്കോർ ആൻഡ് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഹോളായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ കുറച്ച് കാലമായിട്ട് ഐറ്റംസൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല, ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ കുറേ ക്ലേ ഫിഗറിൻസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറ്റ് വൺ പോയിൻ്റ് എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന സമയത്ത് ഒരു റൂം ട്രാൻസ്ഫോർമേഷനും ടേബിൾ ആൻഡ് റൂം മേക്ക് ഓവറൊക്കെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഏസ്തെറ്റിക് എന്നാണല്ലോ. അപ്പോൾ ഈ ഏസ്തെറ്റിക് എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ എല്ലാവരും ഒരു ജനറലൈസ്ഡ് ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കളറാണ് ഏസ്തെറ്റിക് എന്നുള്ളൊരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. പൊതുവേ ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും ട്രെൻഡായിട്ട് നിൽക്കുന്നത് മേക്ക് ഓവർ വീഡിയോസൊക്കെ നോക്കുവാണെങ്കിലും പിങ്ക് ആൻഡ് വൈറ്റ് എസ്തെറ്റിക്കാണ് കൂടുതൽ ട്രെൻഡി ആയിട്ട് ഇപ്പോൾ വരുന്നത്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എല്ലാം ഒരേ കളറിൽ ഇരിക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല. കുറച്ച് ഡാർക്ക് കളേഴ്സ്, കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ചേർന്ന് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു റൂം സെറ്റപ്പാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യുമ്പോഴും ഇതേ തീമിൽ തന്നെയായിരിക്കും ഞാൻ എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്യുക. അല്ലാതെ ഞാനൊരു വൈറ്റ് എസ്തെറ്റിക്കിലോട്ടൊന്നും പോകാൻ ഒരു ചാൻസും ഇല്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡിസപ്പോയിൻറ്റ് മൈ വ്യൂവേഴ്സ്. എൻ്റെ എസ്തെറ്റിക് എന്താണെന്ന് ഞാൻ നേരത്തെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഈ സ്റ്റഫ്ഡ് ടോയ്സൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു ഫിഗറീൻസൊക്കെ ഇല്ലേ, അതെനിക്ക് ക്ലേയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ റൂമിൽ വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്നൊന്നും അറിയില്ല. നിങ്ങളെൻ്റെ ഡെസ്കിൽ നോക്കിയാൽ ഒരു പപ്പിയും പിന്നെ ഒരു റാമൻ നൂഡിൽ ബൗള് പിന്നെ ഗോസ്റ്റ് അങ്ങനെ കുറച്ച് ഫിഗറീൻസൊക്കെ കാണും. അതൊക്കെ കുറച്ച് ചെറിയ ഫിഗറീൻസാണ്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇനി വരുന്ന വീഡിയോസിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ജിബ്ലി ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള ഫിഗറീൻസൊക്കെ ഞാൻ തന്നെ ക്ലേയിലുണ്ടാക്കി എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെന്ത് പറയുന്നു അഭിപ്രായത്തിനെ പറ്റി? അതുപോലെ ഞാൻ എന്തെങ്കിലും ക്ലേയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. ഇപ്പോഴും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പ്ലാൻ ചെയ്യാമല്ലോ. നിങ്ങളെൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ഈ വലിയ സ്ക്രീനില്ലേ, ടേബിളിലുള്ള വലിയ സ്ക്രീനിൻ്റെ അടിയിൽ ഞാൻ കുറേ ഫിഗറീൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നതല്ല, വേറെ ഫിഗറീൻസ്. അതൊക്കെ ഞാൻ ക്ലേയിൽ ചെയ്തതാണ്.
അതൊക്കെ ഞാനിപ്പോൾ സ്പേസ് ഇല്ലാത്ത കാരണം മാറ്റി വെച്ചേക്കുവാണ്. റൂം മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാക്കിയത് ഇതൊക്കെ. അതുകൊണ്ട് ഇതിൻ്റെ പ്രോസസ്സൊന്നും നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഇതേപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്ളോഗ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ഡ്രോയിങ്സും പിന്നെ ക്ലേ ഫിഗറിൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ആർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതായത് ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു. സോ ഡ്രോയിങ് ആണ് എൻ്റെ മെയിൻ സംഭവം. ഞാനത് ഇതുവരെ എൻ്റെ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ചാർക്കോൾ ഡ്രോയിങ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അല്പം ഡീസൻ്റായിട്ട് നല്ലതുപോലെ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് ചാർക്കോൾ ഡ്രോയിങ്സാണ്. അത് കഴിഞ്ഞ് അക്രിലിക് പെയിൻറ്റിങ്, ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ വരുള്ളൂ ക്ലേ ഫിഗറിൻസൊക്കെ. ക്ലേ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയറേ ആയിട്ടുള്ളൂ. പക്ഷേ ഡ്രോയിങ് അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം തൊട്ടേ വരയ്ക്കുന്ന ഒരാളാണ്. സോ എൻ്റെ കുറച്ച് ഡ്രോയിങ്സൊക്കെ ഞാനിവിടെ ഓൾറെഡി വാളിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണേ. ഒരു വ്ളോഗിൽ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജേർണൽ പേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. വ്ളോഗ് കുറച്ച് ലെങ്തി ആയി പോയോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണാം. അങ്ങനെ നമ്മുടെ റെഡ് കളർ തീംഡ് ജേർണൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുള്ളവരാണ്, ഇനിയും ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.